നിപ്പയിൽ ആശ്വാസം. നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവതിയുമായി സമ്പർക്കം പുലർത്തിയവരുടെ പട്ടികയിലുള്ള 42 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ അധ്യക്ഷതയിൽ വളാഞ്ചേരി PHC സെന്ററിൽ വെച്ച് യോഗം ചേർന്നു. നിപ്പയിൽ ആശ്വാസം. നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവതിയുമായി സമ്പർക്കം പുലർത്തിയവരുടെ പട്ടികയിലുള്ള 42 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ അധ്യക്ഷതയിൽ വളാഞ്ചേരി PHC സെന്ററിൽ വെച്ച് യോഗം ചേർന്നു. നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ഭയാനകമായ സ്ഥിതിവിശേഷം ഇപ്പോൾ ഇല്ലെന്നും ചെയർമാൻ പറഞ്ഞു. നിപ്പ ഫുള്ളുള്ളതും പൂനെയിലേക്ക് റിസൾട്ടിന് അയച്ചതുമൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ മലപ്പുറത്തെത്തിയിട്ട് പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. 10, 11, 12 തീയതികളിൽ ആദ്യം പറഞ്ഞിരുന്നത് 5 ദിവസം വേണമെന്നായിരുന്നു. ഏകദേശം 26,000-ഓളം അടുത്ത് വരുന്ന സെൻസസ്, 6,000-ഓളം വരുന്ന വീടുകൾ, നഗരസഭയിൽ നിന്ന് തന്നെ 5 ഡിവിഷനുകൾ, തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്നുള്ള മറ്റു ഡിവിഷനുകൾ, 2 താണിയാർക്കുന്നിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 3 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ നമ്മൾ എത്തി എന്നതാണ്. നഗരസഭയിൽ നിന്ന് 41 ഫീവർ കണ്ടുപിടിച്ചു. അത് ഡയറക്റ്റുള്ള ആളുകളല്ല എന്ന് മാത്രമല്ല 45-ഓളം ആളുകൾ, 25 ആളുകൾ ഡോക്ടർമാരും അവരോട് ബന്ധപ്പെട്ട് ചികിത്സിച്ച ആളുകളാണ്. ബാക്കി 15 ആളുകളാണ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായത്. അപ്പോൾ അവരൊക്കെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ഏറ്റവും ആശ്വാസം ഉണ്ടായത് അതൊക്കെ നെഗറ്റീവായി എന്ന്. നിപ്പ വൈറസ് ബാധിത പ്രദേശത്തെ രോഗവ്യാപന സാധ്യത കണ്ടെത്തുന്നതിനായി ആരോഗ്യവകുപ്പ് നഗരസഭയിലെ 1, 2, 3, 4, 33 വാർഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതമാക്കിയിരുന്നു. രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തുകയും ഗൃഹകേന്ദ്രീകരണ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ 2057 പരിശീലനം സിദ്ധിച്ച ആരോഗ്യ പ്രവർത്തകർ 6000-ലധികം വീടുകൾ സന്ദർശിച്ചതിൽ 42 പേർക്ക് പനിയുള്ളതായി സ്ഥിരീകരിച്ചു. 87% ഹൗസ് വിസിറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു. നിരോധിത മേഖലയിൽ പാലിക്കേണ്ട പൊതുജനാരോഗ്യ മര്യാദകളെക്കുറിച്ചും മറ്റും നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും മൈക്ക് പ്രചരണവും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയുണ്ടായി. നിപ്പ പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ നഗരസഭയുടെ ഭാഗത്തുനിന്നും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും അസുഖബാധിതർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2-ാം വാർഡിലാണ് നിപ്പ വൈറസ് ഉള്ള രോഗിയെ പൂനെയിലേക്കുള്ള ടെസ്റ്റിൻ്റെ വിധേയമായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി അത് നാടിനെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള ആരോഗ്യ പ്രവർത്തകന്മാരുടെ, മെഡിക്കൽ ഓഫീസറുടെ, അതുപോലെ DMO പ്രത്യേകമായിട്ടുള്ള നിപ്പ ടീം അയക്കുകയും നമ്മുടെ നഗരസഭയിലുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിലുള്ള ആരോഗ്യ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ ഏകദേശം 26,000-ഓളം സെൻസസ് ഉള്ള 6,000-ൽ അധികം വീടുകളിൽ ആരോഗ്യ പ്രവർത്തകന്മാർ ഈ 10, 11, 12 ദിവസങ്ങളിലായിട്ട് വിവിധ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടുള്ള സർവേ നടത്തി അത് പൂർത്തിയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭയാനകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ ആശ്വാസമാണ്. ഇവരോട് ഡയറക്റ്റ് പെരുമാറിയ, ഇടപഴകിയ ആളുകളിൽ നിന്നൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീം അവരൊക്കെ റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ 3 ദിവസങ്ങളിലായിട്ട് ഇതിനോട് ചുറ്റുപുറമുള്ള 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ 3 പഞ്ചായത്തും നഗരസഭയിലെയും ആരോഗ്യ പ്രവർത്തകന്മാർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എടുത്ത സർവേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൽ ക്രോഡീകരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ഈ നഗരസഭയിൽ നിന്ന് മാത്രമായിട്ട് ഫീവറൊക്കെ ഉള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 41 പേർക്കാണ്. അപ്പോൾ ഇനി ആരോഗ്യ പ്രവർത്തകന്മാർ, ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളത്
അത് പൂർണ്ണമായിട്ടും പോകുന്നത് വരെയുള്ള നിരീക്ഷണങ്ങൾ തുടർന്നും ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഇതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാം സജ്ജമായിട്ടാണ് ആരോഗ്യ പ്രവർത്തകന്മാരുള്ളത്. PSCയിലെ ഡോക്ടർ, നമ്മൾ മെഡിക്കൽ DMOയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മളെ JHIമാർ, അതുപോലെ JPHന്മാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകന്മാരൊക്കെ ജീവൻ മരണ പോരാട്ടം എന്ന നിലക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രവർത്തനം നടത്തിയത്. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 8-നായിരുന്നു വളാഞ്ചേരി നഗരസഭയിലെ 2ാം വാർഡ് സ്വദേശിനിയായ 42 വയസ്സുകാരിക്ക് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. രോഗിയെ കൂടാതെ 10 പേർ ചികിത്സയിലുണ്ട്. ഈ വർഷം ആദ്യമായി കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ച കേസായിരുന്നു മലപ്പുറം വളാഞ്ചേരിയിലേത്. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.